കുറച്ചധികം ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ ഇഷ്യൂസ് തന്നെയാണ് കേട്ടോ, ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കൂട്ടുകാർ സ്റ്റിച്ചിങ് അടിയാം, എന്നെയും കൂട്ടി കൂട്ടാമോ നമ്മുടെ ഗ്രൂപ്പിലോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ ഇനിയും കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഇടയിലൊരു എന്താ പറയുക മുടക്കം വരിക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ കുറച്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ സൗണ്ട് കൊടുക്കാൻ വേണ്ടി പോലുള്ള ത്രാണി എനിക്കില്ല കേട്ടോ. കഷ്ടപ്പെട്ടിരുന്ന വോയിസ് കൊടുക്കുകയാണെന്ന് നിങ്ങൾ കരുതും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് എടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളൊരു ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതും. ആ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും വൈറ്റ് സ്റ്റുഡിയോയിലൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് അതിൽ കിട്ടുന്ന ലൈക്കും ഷെയറും നിങ്ങൾ തരുന്ന ജെന്യുവനായിട്ടുള്ള സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു വൈറ്റിയിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രഷൻ കാണിക്കുക. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇടാത്തത് കൊണ്ട് തന്നെ ഇമ്പ്രഷൻ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കും കൂടെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കില്ലിനെ ബേസ് ചെയ്തിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോസായിട്ടൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പറ്റുന്ന രീതിയിൽ പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്തിട്ട്, അതിപ്പോൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വ്ളോഗ്സായിട്ടോ ഹോം ടൂറായിട്ടോ അങ്ങനെയുള്ള പല പല സംഭവങ്ങളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു സ്റ്റിച്ചിങ് മേഖല തന്നെ ചെയ്യണമെന്നില്ല. സ്റ്റിച്ചിങ് അറിയാത്ത ഒത്തിരി പേരുണ്ട്, അറിയുന്ന ഒത്തിരി പേരുണ്ട്, അതെങ്ങനെ യൂസ് ആക്കണം എന്നറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ട് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. ഞാൻ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് വഴിയായിട്ടൊക്കെ നിങ്ങൾക്ക്, അതായത് സ്ക്രീൻ റെക്കോർഡായിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വളരെ യൂസാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തുകൊണ്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട് വീട്ടിലൊരു എന്താ പറയുക, ഒരു സെൽഫായിട്ടൊരു ഇൻകം ഉണ്ടാക്കുക, എന്താ പറയുക, കയ്യിലൊരു 100 രൂപയെങ്കിലും കയ്യിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ നിൽക്കുന്നവർ. അപ്പോൾ പുറത്തോട്ടൊന്നും ജോലിക്ക് പോകാൻ പറ്റാത്ത കുറേ കൂട്ടുകാർക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരം കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ യൂസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു കമൻറ്റ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ് നമ്മുടെ കുറേ വീഡിയോസ് ഉണ്ട്, നല്ല മൂവിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് ജസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. നല്ല രീതിയിലൊന്ന് ഇരുന്ന് ആലോചിക്കുക. എന്നിട്ട് വീട്ടിൽ വെറുതെ കളയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം നിങ്ങൾ എന്തായാലും യൂസ്ഫുള്ളാക്കി മാറ്റുക കേട്ടോ. എന്നെക്കൊണ്ട് അത്തരം കാര്യങ്ങളിലാണ് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഗ്രൂപ്പും കമ്മ്യൂണിറ്റീസൊക്കെ നമ്മൾ എന്തായാലും സെറ്റാക്കി എടുക്കും. അതിന് എത്രത്തോളം സക്സസ് ആകും അല്ലെങ്കിൽ എത്രത്തോളം കൂട്ടുകാർ എനിക്കതിലേക്ക് ഇൻവോൾവ് ആക്കാൻ പറ്റും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണ്. ഞാൻ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ എന്തായാലും ഇതുപോലൊരു കാര്യം ചെയ്യും എന്നുള്ളത്. പക്ഷേ എനിക്കത് വാട്സപ്പ് ഗ്രൂപ്പായിട്ട് പല സ്ഥലങ്ങളിലുള്ള കൂട്ടുകാരായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിട്ടില്ല. കാരണം മറ്റുള്ള കൂട്ടുകാരോട് ഞാനിത് ഡിസ്കസ് ചെയ്തപ്പോൾ അവരും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കണമല്ലോ. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പോയി അതിലൊത്തിരി പേര് ജോയിൻ ചെയ്ത് വർക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റംപ്റ്റിന് ഫലം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാം ഒന്ന് പഠിച്ചിട്ട് സെറ്റാക്കി എടുക്കാമെന്ന് പറയുന്നത്. ഇനി ഇതിനേക്കാളും ബേസ് ചെയ്തിട്ട് ഇതിനേക്കാളും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക റെഫറൻസ്, അതായത് ഒരുപാട് ആൾക്കാരുടെ ഐഡിയാസ് ഒരുമിപ്പിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യുന്നതിൽ അതിൽ സക്സസ് ആയിട്ട് പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ തവണ മാക്സിയുടെ ക്ലോത്ത് ഒന്നിച്ചങ്ങ് എടുത്തിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇതൊക്കെ തയ്ച്ച് ഏകദേശം ഒന്ന് കഴിയാറായി. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ച് തീരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് ഞാനിവിടെ ഡൗൺ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ തയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ പറ്റുന്ന രീതിയിൽ തയ്ച്ചങ്ങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വയ്യാതാകുമ്പോൾ
മെഷീൻ അങ്ങ് കയറ്റി വെച്ച് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ തവണ എൻ്റെ ഒരു മോട്ടറിന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സിങ്കറിൻ്റെ മെഷീനാണ്. അപ്പോൾ ആ ഒരു മെഷീനിൽ സാധാരണ മോട്ടർ വെച്ചായിരുന്നു. അപ്പോൾ ആ ഒരു മോട്ടർ മിക്കവാറും പുതിയത് വാങ്ങേണ്ടി വരും. അപ്പോൾ അതിനും നമുക്ക് ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇടയ്ക്ക് മെഷീനൊക്കെ ഇതുപോലെ പണി തന്നു കഴിഞ്ഞാൽ നമ്മളവിടെ വർക്ക് മുടങ്ങിപ്പോവും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ടേബിൾ ടോപ്പ് മെഷീനിലാണ് തയ്ച്ചങ്ങ് പോകുന്നത്. ഇതൊക്കെ ടേബിൾ ടോപ്പിൽ തയ്ച്ച നൈറ്റി ക്ലോത്ത് വെച്ചിട്ടുള്ള സൽവാറാണ് കേട്ടോ. സ്ലിറ്റഡ് ആയിട്ടുള്ള സൽവാറാണ്, അതായത് കുർത്തീസാണ്. അപ്പോൾ നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് വേഗം വരാം കേട്ടോ.